ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിൽ പഴയ നൈറ്റി വെച്ചിട്ട് എങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു ഡോർമാറ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ ഒരു അത്യാവശ്യം വണ്ണമുള്ളൊരു നൈറ്റി എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ലീവും പിന്നെ സിബിൻ്റെ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ആദ്യം മാറ്റി കൊടുക്കുക. ഇനി 2 ഇഞ്ച് വീതിയിൽ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ആദ്യം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക, എന്നിട്ട് അത് കട്ട് ചെയ്യുക. ഇനി ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 നൈറ്റിയാണ് എടുക്കുന്നത്. ഇത് രണ്ടാമത്തെയാണ്. അപ്പോൾ രണ്ടാമത്തെ അതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വലിയ ഡോർമാറ്റ് വേണമെങ്കിൽ മാക്സിയുടെ സൈസ് കൂട്ടിയാൽ മതി, ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. അപ്പോൾ 5 മാക്സിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു മാക്സിയുടെ 3 പീസ് ആദ്യം എടുക്കുക. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഒരു നല്ല ടൈറ്റിലൊന്ന് കെട്ടി കൊടുക്കുക. അതായത് ഇതുപോലെ നല്ല ടൈറ്റ് കെട്ടണം, അല്ലെങ്കിൽ അത് നമ്മൾ കുറേ യൂസ് ചെയ്താൽ അഴിയാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് മുടി നമ്മൾ മടയില്ല, അപ്പം അതുപോലെ മടഞ്ഞിടുക. നല്ല ടൈറ്റിൽ മടയണം, അല്ലെങ്കിൽ അത് ഊരിപ്പോവും. നല്ല ടൈറ്റിൽ തന്നെ മടയുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഗ്രിൽസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വിൻഡോൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് കെട്ടിക്കൊടുത്തിട്ട് ഇങ്ങനെ മടയാം. അപ്പോൾ അതൊരു ഈസിയാണ്. അപ്പോൾ ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഈ 3 പീസ് തീരാനാവുമ്പോൾ അതിൻ്റെ പോർഷൻ തന്നെ പിന്നെയും അതിൻ്റെ മേലെ ജോയിൻ്റ് ചെയ്തിട്ട് പിന്നെയും മടഞ്ഞിടുക. അപ്പോൾ ഇതിൻ്റെ മേലെ പൊന്തിയുന്ന പീസൊക്കെ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യുക. അപ്പോൾ ഒരു നൈറ്റ് തീർന്നാൽ ബാക്കിയുള്ള പീസും അങ്ങനെ ജോയിൻ്റ് ചെയ്ത് ഇങ്ങനെ മടയാം. അപ്പോൾ എല്ലാം മടഞ്ഞെടുത്തിട്ടുണ്ട്. 5 നൈറ്റിയും നല്ല അടിപൊളിയായിട്ട് മടഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ മടഞ്ഞ ലാസ്റ്റത്തെ പോർഷൻ എടുക്കുക. അപ്പോൾ അവിടെ 1 ഇഞ്ച് വീതിയിലും 1 മീറ്റർ നീളത്തിലുള്ള ഒരു ഷിഫോണിൻ്റെ ഷാള്, പർദ്ദയുടെ ഷാള് അങ്ങനെ എടുക്കുക. അപ്പോൾ എന്നിട്ട് ഇതുപോലെ 2 ഭാഗവും ഒരേപോലെ ആക്കിയിട്ട് മേലെയും താഴെയും ഇതുപോലെ നല്ല ടൈറ്റിലൊന്ന് കെട്ടിക്കൊടുക്കുക. ഒന്ന് അടിയിലും ഒന്ന് മേലെ ആക്കിയിട്ട് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ ഷിഫോണിൻ്റെ ഷാൾ തന്നെ പരമാവധി എടുക്കുക, അല്ലെങ്കിൽ കോട്ടൺ ആകുമ്പോൾ നിങ്ങൾക്ക് വാഷ് ചെയ്യുമ്പോൾ അത് അഴിയാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. 2 ഭാഗവും നമ്മൾ ഒരുപോലെ എടുത്ത 2 ഭാഗവും നന്നായിട്ട് ചുറ്റി വരുന്നതിനെ നല്ല ടൈറ്റ് ആക്കിയിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇനി നമ്മൾ ഉള്ളിലുള്ള ഗ്യാപ്പ് വരുന്ന സ്ഥലത്ത് അപ്പോൾ അടിയിലും മേലെ ആക്കിയിട്ട് ഷിഫോണിൻ്റെ ഷാള് വെച്ചിട്ട് അത് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഗ്യാപ്പ് വരുന്ന പ്ലേസിലും അങ്ങനെ തന്നെ എല്ലാം ചെയ്യുക. അപ്പോൾ നല്ല ടൈറ്റായിട്ട് അത് അഴിയാണ്ട് കിട്ടും. നല്ല സിമ്പിളാണ്. നിങ്ങളിത് ഉണ്ടാക്കി തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഡബിൾ പവറുണ്ട് നമ്മളിത് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ നല്ല ടൈറ്റ് തന്നെ കെട്ടണം. ഇനി ഇതുപോലെ ഗ്യാപ്പ് വരുന്ന പ്ലേസിലൊക്കെ ഇതുപോലെ അടിയിലും മേലെ ആക്കിയിട്ട് നല്ല ടൈറ്റിൽ തന്നെ കെട്ടിക്കൊടുക്കുക. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ടൈറ്റിൽ തന്നെ കെട്ടണം. അല്ലെങ്കിൽ ഇത് വേഗം നമ്മൾ ഉപയോഗിച്ചാൽ വേഗം തന്നെ ഇത് അഴിയും.
അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു ഏകദേശം 3 മാക്സി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ മിഡിൽ വരുന്ന ഗ്യാപ്പിലൊക്കെ എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ചുറ്റി ചുറ്റി ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. നിങ്ങൾ പരമാവധി വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 5 മാക്സി നല്ല കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഗ്യാപ്പിൽ ഫുള്ള് ഒന്ന് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ നല്ല സ്റ്റൈലിഷ് ലുക്ക് തന്നെയാണ് ഇത്. അപ്പോൾ ഇതെല്ലാം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ടൈറ്റ് തന്നെ കെട്ടിക്കൊടുക്കണം. നമ്മളിത് സാധാരണ വാങ്ങുന്ന മാറ്റിനെക്കാട്ടി അടിപൊളിയായിട്ട് ഇത് നമുക്ക് കിട്ടും നമ്മളിത് ഉണ്ടാക്കിയാൽ തന്നെ. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്റ്റൈലിഷ് തന്നെയാണിത്. അപ്പോൾ ഇത് ലാസ്റ്റ് ഇനി കുറച്ച് നീളത്തിൽ വരുന്ന ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. അവിടെ കുറച്ച് പീസ് അവിടെ മാറ്റി വെക്കുക. അഥവാ ഇത് അഴിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും കൂടിയും നല്ല വൃത്തിക്കൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കണ്ട് നമ്മളിത് ചവിട്ടുന്നതിന് നല്ല ഇത് വീതി വെക്കും. അപ്പോൾ നിങ്ങൾ ഇത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.